തെരുവുനായ ശല്യം രൂക്ഷം തിരുവനന്തപുരം. നടപടിയെടുക്കുമെന്ന് കോർപ്പറേഷൻ. വിദ്യാഭ്യാസ ഭൂകമ്പം വരാൻ പോണ ഭൂകമ്പോ? അയ്യോ വീട് ഇങ്ങനെയൊക്കെ തന്നെ ഇരുന്നാ മതിയായിരുന്നു. എന്തോന്ന് മോളെ, നീ നേരെ പറ, എന്ത് പറ്റി? അച്ഛൻ മണിക്കുട്ട മാമൻ വരാൻ പോണെന്ന്. അയ്യോ, എപ്പോ ആര് പറഞ്ഞു? മാമ എന്നെ വിളിച്ചിരുന്നു. ഇങ്ങോട്ട് വരണോ? നാളെ വരുമെന്ന് ഇങ്ങോട്ട്. മോളെ, അമ്മ എങ്ങനെ പ്രതികരിക്കുന്ന അറിഞ്ഞൂടാ. അവളാണെങ്കിൽ ഭയങ്കര ദേഷ്യത്തിലാണ്. എനിക്ക് അറിഞ്ഞൂടാ അച്ഛാ, നമ്മൾ എന്ത് ചെയ്യണേ? എന്ത് ചെയ്യാൻ? അച്ഛൻ ഒരു കാര്യം ചേട്ടാ, അമ്മയും വിളിച്ചോണ്ട് തിരിച്ചു പോട്ടാ. അച്ഛൻ ഇങ്ങോട്ട് പോയാലും മാമൻ പിറകെ വരും. അമ്മയെ കണ്ടേ പറ്റുള്ളൂ എന്നുള്ള വാശിയാണ്. എങ്ങനെയെങ്കിലും പിടക്ക തീർക്കണം, ഇങ്ങനെ പിണങ്ങിയിരിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെയാണ് മാമൻ പറയണത്. ഇപ്പൊ എന്ത് ചെയ്യും? വന്നു കഴിഞ്ഞാൽ പ്രശ്നം ഉറപ്പാണ്. മാമന്റെ അടുത്ത് വരണ്ടെന്ന് പറഞ്ഞ് മാമൻ കേൾക്കണില്ല. അവളെ പറഞ്ഞു. എന്താ മണി പറഞ്ഞു? ചായ. മണി, എനിക്കിപ്പോ ചായ വേണ്ട മണി. അത് ചായ വേണ്ടാത്ത? അല്ല, എനിക്ക് ദാഹിക്കുന്നു, കുറച്ച് വെള്ളം കൊണ്ടുവാ. 24 മണിക്കൂറും ചായ കുടിച്ചോണ്ടിരിക്കണം മനുഷ്യന് ഇപ്പൊ ചായ ഇട്ടോണ്ടിപ്പോ വെള്ളം മതി. അതിനി അങ്ങോട്ട് മൊത്തം വെള്ളം കുടിക്കാനുള്ളതല്ലേ, അതായിരിക്കും. എന്തത്? അല്ല, അത് എനിക്ക് വെള്ളം മതി, ദാഹിക്കുന്നു, വെള്ളം വേണം. നിങ്ങൾ എന്തോ സംസാരിച്ചോണ്ടിരുന്നേ ഇപ്പൊ? അതെന്താന്ന് വെച്ചാലേ ഈ കാലാവസ്ഥയും ഭൂകമ്പത്തെ പറ്റിയൊക്കെ അവള് പറഞ്ഞോണ്ടിരിക്കുക. ഓ, ഇപ്പൊ അവള് പ്രവചനം തുടങ്ങിയാ? ഇന്നലെ ഞാൻ ഒരു പുസ്തകത്തിൽ അങ്ങനെ വായിച്ചത്, അപ്പൊ ഞാൻ കുറച്ച് അറിവ് പോകാന്ന് കൊടുക്കാന്ന് വിചാരിച്ചു. മണി, നീ എനിക്ക് വെള്ളം കൊണ്ടുപോവാ. കൊണ്ടുവരുന്നില്ല. ആ ചായ എനിക്ക് എന്റെ അച്ഛൻ വെള്ളം കൊണ്ടുപോകും. തോന്നണ്ടേ ഇതൊക്കെ? എന്റെ ദൈവമേ, മൊത്തം കുളമാക്കി പോകാൻ പോന്നൊക്കെ പറഞ്ഞു. അത് മണി വന്നപ്പോ ഞാൻ പെട്ടെന്ന് നെർവസ് ആയി പോയി. മക്കളെ, മണിക്കൂട്ടം വന്ന എന്ത് ചെയ്യും? നീ ചായ കുടിച്ചോണ്ടിരുന്ന നമുക്ക് ഇതിന് വഴി കാണണ്ടേ? നമുക്കൊരു കാര്യം ചെയ്യാം, രാമനുമായിട്ട് ആലോചിക്കാം. അവ എന്തെങ്കിലും വഴി പറഞ്ഞിരും. സീരിയസ് ആണ്, വല്ല ആശുപത്രി ഒരു കാര്യം പറയണ്ടത്. ഇങ്ങോട്ട് എഴുതേക്ക്, നീ ഒരു കാര്യം പറയാനുണ്ട്. ഇങ്ങോട്ട് പറഞ്ഞത്. ഓ ശരി. ഞാൻ പോണോ? ഇനി ഇവിടെ ഒന്നും ശരിയാവില്ല. തീർച്ചയായിട്ടും. കാര്യം എനിക്ക് ആ ചേട്ടത്തിന് ചവിട്ടുകൊണ്ട് ചാവാൻ വയ്യ. നീ സഹായിക്കുന്നു വിചാരിച്ചാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. സഹായിക്കുന്ന ഐഡിയ പറയണേ. ഐഡിയ അതാണ് ഞാൻ പറഞ്ഞത്. എന്റെ ഐഡിയ ഉണ്ട്. ഞാൻ നേരെ ചിരുവിന്റെ അടുത്ത് പോകുന്നു. നിങ്ങൾ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ഒന്ന് സെറ്റിൽ ആക്കുമ്പോഴത്തേക്ക് ഫോൺ വിളിച്ച് ഞാൻ അപ്പൊ അവളെ കൊണ്ടുവരാം. എന്ത് പറയുന്നു? മാറി. നമ്മളിവിടെ ഒറ്റക്കിട്ടിട്ട് പോവാണ്. നമ്മളങ്ങനെ ഒറ്റയ്ക്കാവും. നീ നിന്റെ അച്ഛനും എല്ലാ കുടുംബമൊക്കെ വന്നില്ലേ? നീ മാറി. അണ്ണനായി, അണ്ണന്റെ അളിയനായി, അണ്ണന്റെ ഭാര്യയായി. ഇതിനണ്ണ അതിന്റെ ഇടയിൽ അതേ പറ്റാണ്ട് ഞാൻ. അതെ, നീയൊക്കെ കൂടെ വളം വെച്ചു കൊടുത്തത്. ഞാൻ വളം വെച്ചു കൊടുത്ത് നിന്റെ നനച്ച തുണി നിൽക്കൊണ്ടാ. ഇതിനൊരു പോംവഴി കണ്ടിട്ട് അണ്ണാ, ഞാൻ പുറം വഴി കാണാൻ നിന്നാ ചേട്ടത്തി എന്റെ പുറം വഴി അടിക്കും. അണ്ണനാകുമ്പോ അണ്ണന്റെ ഭാര്യയാണ്. വെള്ളം ചോദിച്ചിട്ട് ഇവിടെ വന്നിക്കണം. വെള്ളം എവിടെയൊക്കെ നോക്കിന്നറിയോ? എന്താ ബാഗ് എടുത്ത് വെച്ചേ? ഞാൻ കടയിൽ പോകാൻ വേണ്ടി വെച്ചിരുന്നു. കടയിൽ പോകുമ്പോ എന്താണത്? സഞ്ജി കൊണ്ടുപോണ വൃത്തിയുടെ ഞാൻ കൂടെ സ്റ്റൈലിൽ ബാഗ് ആയിക്കോട്ടെ വിചാരിച്ചു. എന്തോന്നോ ചീഞ്ഞു നാറുന്നു. അതല്ലേ മണി, അവൻ വീട്ടിൽ പോണെന്ന് പറയുന്നു. ഞാൻ പറഞ്ഞു പോണ്ടെന്ന്. കടയിൽ പോണെന്ന് ഇപ്പം കടയിലല്ലേ പോണെന്ന് പറഞ്ഞ വീട്ടിൽ പോണ്ടെന്ന് ഞാൻ പറഞ്ഞ. എന്തോ ഒളിച്ചു വെക്കുന്ന എന്റെ അടുത്ത്? അവിടെ നേരത്തെ എനിക്ക് തോന്നി. ഒന്നും ഒളിച്ചു വെക്കില്ല. കണ്ടുപിടിച്ചോളാം. എനിക്കേ തുണി വിരിക്കാണ്ട്. കണ്ടുപിടിക്കാൻ ഇവിടെ ഒന്നുമില്ല. എന്തെങ്കിലും കാണാനേ ഉള്ളൂ. അതെ, എല്ലായിടത്തിന്റെ മുഖത്തിൽ ആവശ്യത്തിനുണ്ട് കള്ള ലക്ഷണം. ഞാൻ കണ്ടുപിടിച്ചോളാം. വരട്ടെ വരട്ടെ വരട്ടെ. എല്ലായിടത്തിന്റെ മുഖത്തുണ്ട്. എങ്ങും പോണില്ല അവളെ. എന്താന്ന് വെച്ചാ കാണിച്ചേ? കൂടെ നിന്ന് തേച്ച അണ്ണാ മാറടി. അല്ല അങ്കിളെ, അങ്ങനെയല്ല അങ്കിളെ. നമ്മള് എത്രയെന്ന് പറഞ്ഞ അമ്മേരൊന്ന് മുങ്ങി കിടക്കും. അത് സത്യം, അത് സത്യം, അത് സത്യം. കറക്റ്റ്. അതെ, നിങ്ങൾ പോയാൽ ശരിയില്ല. മണിക്കൂട്ടത്തെ എനിക്ക് ഒറ്റയ്ക്ക് പറയാനൊന്നും പറ്റില്ല. നിങ്ങൾ എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കണം. ഞാൻ ഒന്ന് ചിന്തിക്കട്ടെ. ഇങ്ങനെ കണക്കണക്കണക്കണെന്ന് പറഞ്ഞോണ്ടിരിക്കുക.
ഞാൻ ഒരു കാര്യം പറയാം. നമ്മള് മൂന്നുപേരും കൂടെ ഒരുമിച്ച് അമ്മയുടെ അടുത്ത് പോകുന്നു. എന്നിട്ട് നമ്മൾ പറയുന്നു മണിക്കുട്ടൻ മാമൻ വരാൻ പോകുന്നു. അപ്പൊ അമ്മ പൊട്ടിത്തെറിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മളിതാ ഇങ്ങനെ നിന്ന് അത് നേരിടും. ആ നേരിടും. വെള്ളം കുടിച്ച ഗ്ലാസ് എവിടെ? തട്ടി കുറച്ചാ? അയ്യോ ഈ അച്ഛന്റെ ഒരു കാര്യം അടി അടി അടി. എന്തൊന്ന് കാണിച്ചു വെച്ചേക്കണേ? അല്ല മണി എന്റെ കൈ ബാഗ് നനഞ്ഞോണ്ടിരിക്കുകയുള്ളൂ. ഞങ്ങള് മറ്റേ എന്തോ സ്കിറ്റ് ഞാൻ ചേട്ടത്തിന്റെ കൈ പിടിക്കട്ടെ. മാറി നിങ്ങളെല്ലാം പ്ലാൻ ചെയ്യണോ? അണ്ണാ മിണ്ടായി മാറി വിട്. നമ്മ ഇങ്ങനെ നിൽക്കാം, എല്ലാവർക്കും ഒരുമിച്ച് ഇങ്ങനെ നിൽക്കാം. കൊറേ നാളായി ചേട്ടൻ നമ്മൾ എല്ലാവരും ഒരുമിച്ച് വിട്ടാണ് അണ്ണാ. അണ്ണാ വിട്ടാണ്. ഞാൻ ചേട്ടത്തി ഒന്ന് കണ്ടോട്ടൊന്നു വിടണം. നിക്ക് ഒരു കാര്യം പറയണ്ടേ? ഇവിടെ നില്ലേ മണി, ചേട്ടത്തി അണ്ണൻ എന്തിന്റെ പ്രശ്നം എന്തിനാണ് എനിക്ക് മനസ്സിലാവാത്തോണ്ട് ചോദിക്കാണ്. അല്ല കൊറേ നേരമായിട്ടല്ല, പിന്നെ തീരെ പിന്നെ എന്തൊരു അവന് കടയിൽ പോകാൻ ബാഗ് വേണ്ട. അയ്യോ പോവല്ല. അയ്യോ ഞാൻ ഇനിയിപ്പോ എന്ത് ചെയ്യും? എല്ലാരും മുങ്ങിയ ഞാൻ ചെന്ന അമ്മയുടെ അടുത്ത് പറയാൻ. അമ്മ